Hi, Namaste. Welcome back viewers. Welcome back to my channel WinTrader. മോർണിംഗിൽ തന്നെ മൂവ്മെൻറ്റ് ഉള്ള സ്റ്റോക്ക്, അതായത് മൂവ്മെൻറ്റ് കിട്ടുന്ന സ്റ്റോക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് നോക്കിയാൽ ഡോക്ടർ ഡി ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ലൊരു വോളിയം സ്റ്റോക്കാണ്, നല്ല ഡെയിലി തന്നെ മോർണിംഗിൽ എപ്പോഴും മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന് മൂവ്മെൻറ്റ് ഇല്ല. പക്ഷേ അതേപോലെ ബജാജ് ഫിനാൻസ് നോക്കുകയാണെങ്കിലോ ഡിക്സൺ നോക്കുകയാണെങ്കിൽ പെർസിസ്റ്റൻറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ട്രെൻഡ് നമുക്ക് അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡ് രണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ HDFC ബാങ്കിലും മോർണിംഗിലും മൊമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ആക്ച്വലി കഴിഞ്ഞു പോയ മൊമെൻറ്റിനേക്കാളും കറക്റ്റ് ടൈമിൽ നമുക്ക് മൊമെൻറ്റ് പിക്ക് ചെയ്യാൻ പറ്റുന്നത് സ്കാനർ ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡൻറ്റിഫിക്കേഷൻ, അതായത് ഏത് സ്റ്റോക്കിലാണ് ഇന്ന് പെർഫോമൻസ് തരുന്നതെന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഇപ്പോൾ ബജാജ് ഫിനാൻസിൽ നമുക്ക് 3 ഗ്രീൻ തന്നിട്ടുണ്ട്. അപ്പോൾ സ്ട്രോങ് ബുള്ളിഷാണ് നമുക്ക് നടക്കുന്നതെങ്കിൽ മാർക്കറ്റിൽ നമ്മുടെ സോഫ്റ്റ്വെയർ സ്കാനർ കണ്ടുപിടിച്ച് നമുക്ക് ആക്ച്വലി പെട്ടെന്ന് തന്നെ നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ബജാജ് ഫിനാൻസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സെൽ സിഗ്ലാണ് വന്നിരിക്കുന്നത്, പക്ഷേ ഇത് മാർക്കറ്റ് തിരിഞ്ഞ് കയറുന്നുണ്ട്. അപ്പോൾ ആ കയറുന്ന മൊമെൻറ്റിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ സ്കാനർ ഐഡൻറ്റിഫൈ ചെയ്ത് തരും. അപ്പോൾ അതേപോലെ ഒരു ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലൊരു പ്രയാസം ഉണ്ടാവില്ല. നമുക്ക് ആക്ച്വലി സ്കാനർ നോക്കി വളരെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ അപ്പോളോ ടയറിൽ നോക്കുകയാണെങ്കിൽ നല്ല അപ് ട്രെൻഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ചാർട്ട് എടുത്ത് നോക്കുക. ചാർട്ട് ട്രെൻഡിൽ നല്ലൊരു അപ് ട്രെൻഡ് ആണെങ്കിൽ ആ കറക്റ്റ് സമയത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻഡിഫിക്കേഷൻ കാണിച്ചു. ഇപ്പോൾ തിരിച്ച് സെല്ല് വന്ന് കൺഫേം അല്ലാതെ മാർക്കറ്റ് പിന്നെയും തിരിച്ച് കയറി, അതായത് അപ് ട്രെൻഡിലേക്ക് പിന്നെയും പോകുന്നുണ്ട്. അത് ഫസ്റ്റ് ടാർഗറ്റ് അടിക്കുന്നുണ്ട്, ഇപ്പോഴും കയറുന്നുണ്ട്. അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ നമുക്ക് ആ ട്രേഡ് നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് ആ സ്കാനർ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ സോഫ്റ്റ്വെയർ വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാൻ. ഇപ്പം ഫസ്റ്റ് ഞാൻ ഡോക്ടർ ഡിയുടെ പറഞ്ഞു തരാം. പിന്നെ അത് നോക്കുകയാണെങ്കിൽ ഇവിടെ സെൽ സിഗ്നൽ വന്നു, സെല്ലാണ് തന്നിരിക്കുന്ന ഏത് സമയത്താണ് മുകളിൽ കൊടുത്തിട്ടുണ്ട് എൻട്രിയും ടാർഗറ്റ്സുകളും. പക്ഷേ ഇത് കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല ആ സമയത്ത്. ഇപ്പോൾ സിഗ്നൽ വന്ന സമയത്ത് കളർ ചേഞ്ചാണ് കാണിച്ചിരുന്നത്. സെല്ല് വന്നത് ഇവിടുന്നാണ്, അവിടുന്ന് താഴെയും റെഡ് വന്ന് സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് ഇറങ്ങി. ഇപ്പോൾ സൈഡ് വേസ് ആണ്. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, പക്ഷേ മാർക്കറ്റ് ഇപ്പോൾ ബ്രേക്ക് ഔട്ട് പോകുന്നില്ല, അതായത് നല്ലൊരു ട്രെൻഡ് ഇപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ ബജാജ് ഫിനാൻസിൽ നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു ബൈ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് സെല്ലുണ്ടായിരുന്നു. അപ്പോൾ സെൽ സിഗ്നൽ കുറച്ച് മുമ്പ് വന്നതാണ്, അത് കൺഫർമേഷൻ ഇല്ല. ബൈ കൺഫേംഡ് ആയിരുന്നു. റെസിസ്റ്റ് ചെയ്ത ലെവലിൽ ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നേരെ കയറി 7303 വരെ നമുക്ക് ആക്ച്വലി അവിടുന്ന് കയറി നമുക്ക് 389 വരെ നമുക്ക് ആക്ച്വലി പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അപ് ട്രെൻഡ് നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സെൽ സിഗ്നൽ വന്നതും സെല്ല് കൺഫേംഡ് അല്ല, കാരണം സെല്ല് നോക്കുകയാണെങ്കിൽ താഴത്തെ കൺഫർമേഷൻ ബാർ അവിടെ കൊടുത്തിട്ടില്ല, പ്രൈസ് ആൻഡ് സെൽ സോൺ കൊടുത്തിട്ടില്ല. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം ഒരു സിഗ്നൽസ്, അതായത് ഇപ്പം ഏത് സിഗ്നൽസ് ആണ് തരുന്നതെങ്കിലും കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ്. ക്യാൻഡിൽ കളർ നോക്കണം, താഴത്തെ കൺഫർമേഷൻ ബാർ പ്രൈസ് ആൻഡ് ബൈ സോൺ അല്ലെങ്കിൽ ബൈ സോൺ, സെല്ലാണെങ്കിൽ സെൽ സോൺ. അപ്പോൾ ഇവിടെ ഒരു സെല്ല് ആക്ടിവേറ്റ് അല്ല, അത് കാരണം നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും ബൈ കണ്ടിന്യൂ ആണ്. ഈ ബൈ എടുത്തിരിക്കുന്നവർക്ക് എക്സിറ്റ് ചെയ്യുന്ന സിമ്പിൾ വന്നിട്ടില്ല. നമുക്ക് ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ക്യാൻഡിൽ കളർ ഗ്രീൻ ആണ്. ഓക്കെ, ഇടയ്ക്കൊരു റെഡ് സിഗ്നൽ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ കൺഫർമേഷൻ ലെവൽസ് അവിടെ മാച്ചിങ് ആയിട്ടില്ല. അപ്പോൾ അതിന് നമുക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു ഫ്രീ ലൈവ് ഡെമോ, ഒരു 1 ഡേ ട്രയൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ലൈവിൽ കാണിച്ചു തരാം. അതേപോലെ ഡിക്സൺ നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ സിഗ്നൽസ് വന്ന് നേരെ കയറി റെസിസ്റ്റ് ചെയ്ത ലെവൽ കട്ട് ചെയ്ത് പോയാലും നമുക്ക് 6535 നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹ്യൂജ് അപ് ട്രെൻഡ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന് സെല്ല് കൺഫേംഡ് അല്ല. സെയിം പെർസിസ്റ്റൻറ്റും ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത ശേഷം സപ്പോർട്ട് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് താഴെ ഇറങ്ങി ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. 60 പോയിൻറ്റ്സോളം ഓൾറെഡി ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ HDFC ബാങ്കും ഇതുപോലെ തന്നെ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് തിരിച്ച് ഇവിടുന്ന് റെസിസ്റ്റ് ചെയ്ത ലെവലിനെ 1713 കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നേരെ കയറി നമുക്ക് അപ്രോക്സിമേറ്റ് നമുക്ക് ഈ ഒരു ലെവൽ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാവുന്നു. 25 വരെ പോയിട്ടുണ്ട്. നല്ലൊരു അപ് ട്രെൻഡാണ് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും പുൾ ബാക്ക് വന്ന് തിരിച്ച് കയറി. അപ്പോൾ ഇവിടെ സൈഡ് വേസ് വന്നു, ബൈ കയറാൻ നോക്കിയിരുന്നു, പക്ഷേ കളർ ചേഞ്ച് കാണിച്ചത് കൊണ്ട് നമുക്ക് അവിടുന്ന് എക്സിറ്റ് അടിച്ച് വിടാം. ഓക്കെ, അപ്പോൾ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ലൈവിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഡിസൈഡ് ചെയ്യുക എങ്ങനെ സോഫ്റ്റ് വർക്ക് ചെയ്യുന്നു എന്നുള്ള. അപ്പം ഡൗട്ട്സ് എല്ലാം ഇവിടുന്ന് ക്ലിയർ ചെയ്യുന്നത് ഒരു 1 ഡേ ട്രയൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ. ഓക്കെ, താങ്ക് യു.